2009 അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഒരു വെളിപ്പെടുത്തൽ നടത്തി. അത് ലോകം ഭീതിയോടെ കാണുന്ന ഒരു ഭീകരൻ കേരളത്തിൽ കൊച്ചിയിൽ വന്ന് താമസിച്ചു എന്നുള്ളതായിരുന്നു. അതാരാണ് എന്ന ചർച്ച അന്ന് വളരെ വ്യാപകമായി നടന്നൊരു പശ്ചാത്തലമുണ്ട്. ഇന്നിപ്പോൾ ഡോക്ടർ പദവിയിൽ നിന്നും ഭീകരനായ തഹാവൂർ റാണ എന്ന ആളാണ് ആ ഭീകരൻ എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കപ്പെട്ടിരുന്നു. തഹാവൂർ റാണ ഇന്ത്യയിലെത്തുമ്പോൾ കാത്തിരിക്കുന്നത് മുംബൈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ചുരുളഴിയാത്ത രഹസ്യങ്ങളുടെ കലവറയാണോ? മോദിക്ക് ട്രംപ് നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുമ്പോൾ എന്തിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തേക്ക് വരിക? ഖെഡ്ലിക്ക് ഇന്ത്യയിലെത്താനും മുംബൈയിലെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്താനും വിസ സംഘടിപ്പിച്ച് നൽകിയ തഹാവൂർ റാണ ഇപ്പോൾ ഇന്ത്യയിൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കാൻ ഒരുങ്ങുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആ തരത്തിൽ പുറത്തു വരുമോ എന്നുള്ള ആകാംക്ഷയിലാണ് നമ്മളൊക്കെ. ആരാണ് ഈ തഹാവൂർ റാണ? എന്തിനാണ് ഇയാൾ കൊച്ചിയിൽ വന്നത് എന്ന കാര്യത്തിലും മലയാളികൾക്ക് ആശങ്കയുണ്ട്. ആരെല്ലാമാണ് അദ്ദേഹം കേരളത്തിൽ രഹസ്യമായി കണ്ടത്? സ്ഫോടനത്തിന് കേരളത്തിനും പദ്ധതിയിട്ടോ? കസബിനെ പോലെ ഈ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് തഹാവൂർ റാണ ഇന്ത്യയിൽ വരുമ്പോൾ ഈ മുംബൈ ഭീകരാക്രമണത്തിന് ഇരയായ പല ആളുകളും അവരുടെ ബന്ധുക്കളും പറയുന്നത് കസബിനെ പോലെ ബിരിയാണി കൊടുത്ത് തീറ്റിപ്പോറ്റരുത്, എത്രയും പെട്ടെന്ന് വധശിക്ഷയടക്കമുള്ള ശിക്ഷാവിധിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ്. മുംബൈ സ്ഫോടനത്തിലെ അറിയാ രഹസ്യങ്ങളിലേക്കാണോ തഹാവൂർ റാണയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് കാരണമാവുക?